വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. രാത്രി കോഴിക്കോട് ബീച്ചിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ കുട്ടി വിശപ്പോടെ പറഞ്ഞ ഒരു വാക്ക്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ല. തൻ്റെ അടുത്തെത്തിയ 2 യുവാക്കളോടായിരുന്നു ഈ കുട്ടി വിശന്ന് വലഞ്ഞ് ഈ വാക്ക് പറഞ്ഞത്. പകരം അവർ പറഞ്ഞു, നിനക്ക് ഭക്ഷണം മാത്രമല്ല, താമസിക്കാനും സൗകര്യം ചെയ്തു തരാം. ഇവിടെ തന്നെയാണ് ആ കുറ്റം ആരംഭിക്കുന്നത്. അങ്ങനെ അവർ ആ 16 വയസ്സുള്ള കുട്ടിയെ രാത്രിയിൽ ബീച്ചിൽ നിന്ന് ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ മാത്രമല്ലായിരുന്നു, മറ്റു 2 പേരും കൂടി. അവർ 4 പേരായി. 4 പേർ ചേർന്ന് ഒരു 16 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ശേഷം അവളെ അവർ വീണ്ടും ബീച്ചിൽ തന്നെ കൊണ്ടിറക്കി. കയ്യിൽ കൊടുത്തത് 4000 രൂപ. ഇത് എന്താണ് സഹായമാണോ? ഇത് എന്താണ് മനുഷ്യ? ഇതെന്താണ് മനുഷ്യത്വമാണോ? പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഈ കുട്ടി. ഇതിനകം തന്നെ കുട്ടിയെ കാണാത്തതിനാൽ വീട്ടുകാർ പോലീസിൽ മിസ്സിംഗ് കേസ് നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ പീഡനം നടന്നത്. അതായത് ഒരു കുട്ടി കാണാതായ വിവരം പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ചിലർ അവളെ വേട്ടയാടുകയായിരുന്നു. കൂടാതെ ഈ യുവാക്കൾ ലഹരി സെയിൽസ് ചെയ്യുന്നവരാണെന്നും ആരോപണമുണ്ട്. അർത്ഥം വളരെ വ്യക്തമാണ്. ലഹരി കുറ്റകൃത്യം. ലഹരി സ്ത്രീകളുടെ സുരക്ഷ ഇല്ലാതാക്കൽ. ലഹരി കുട്ടികളുടെ ഭാവി നശിപ്പിക്കൽ. ഇത് ഒരു കുട്ടിയുടെ മാത്രം കഥയല്ല, ഇത് എല്ലാ മാതാപിതാക്കളുടെയും പേടിയാണ്. ഇത്തരം സാഹചര്യത്തിൽ അറിവില്ലാതെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം കാണുന്ന മനുഷ്യൻ ദൈവമാണോ അല്ലെങ്കിൽ മൃഗമാണോ എന്ന് ഉറപ്പില്ലാത്ത കാലം. ഇത് കേട്ട് പലരും ചോദിച്ചേക്കാം, ആ കുട്ടി രാത്രി എന്തിന് അവിടെ പോയി എന്ന്. അത് ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റം. ഒരു കുട്ടി തെറ്റായ തീരുമാനമെടുക്കാം, പക്ഷേ ഒരു സമൂഹത്തിന് കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് ഈ കുട്ടി, നാളെ മറ്റൊരാൾ. നമുക്ക് ഒന്നായി പറയാം, ലഹരിക്കെതിരെ ശബ്ദമുയർത്തണം. സംശയകരമായ സാഹചര്യങ്ങൾ കണ്ടാൽ ഇടപെടണം. കുട്ടികളെ കണ്ടാൽ സംരക്ഷിക്കണം, ഉപയോഗിക്കരുത്. കുറ്റക്കാർക്ക് ഒരു സാമൂഹിക പരിരക്ഷയും നൽകരുത്. ഇത് പങ്കുവയ്ക്കൂ, ഇത് സംസാരിക്കൂ, ഇത് മറക്കരുത്. നാളെയുടെ രക്ഷ നമ്മുടെ നിശബ്ദതയിലല്ല, നമ്മുടെ ഇടപെടലിലാണ്. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഫ്ലാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. 21-ന് രാത്രി 2 മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് 2 പേർ വന്നു. അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു. പണം വാഗ്ദാനം ചെയ്ത 2 പേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി. പക്ഷേ പെൺകുട്ടി അഭയം തേടിയ ആ 2 പേർ നഗരത്തിലെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ 2 പേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി. പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം. അറസ്റ്റിലായ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹ്, ഷബീർ അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത്. ഈ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത്. ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം 4000 രൂപയും പ്രതികൾ നൽകി.